നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. അമ്പലൂർ സർവീസ് റോഡിലെ ഗർത്തം വീണ്ടും രൂപപ്പെട്ടു. ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. മറ്റത്തൂർ ചാഴിക്കാട് ഫർണിച്ചർ കമ്പനിയിൽ തീപിടുത്തം. 10 ലക്ഷത്തിലേറെ നഷ്ടം സംഭവിച്ചതായി ഉടമ. കോടാലി മാങ്കുറ്റിപ്പാടത്ത് ചന്ദനമരം മോഷണം പോയത് തപസ്യ റീഹാബിലിറ്റേഷൻ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിലെ മരം. മണ്ണമ്പേട്ട ചെങ്ങാലൂർ റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി. തകർച്ചാ ഭീഷണിയിൽ മാസങ്ങൾക്ക് മുൻപ് ടാറിംഗ് ചെയ്ത റോഡ്. തൃക്കൂരിലെ അനധികൃത മണ്ണെടുപ്പ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് നിലനിർത്തണമെന്ന് സ്പെഷ്യൽ ഗ്രാമസഭ. അനധികൃത മണ്ണെടുപ്പ് അനുവദിക്കില്ലെന്ന് മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതി. വിശദമായ വാർത്തകളിലേക്ക്. അമ്പല്ലൂരിലെ സർവീസ് റോഡിൽ കഴിഞ്ഞ ദിവസം അടച്ച ഗർത്തം വീണ്ടും രൂപപ്പെട്ടു. ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. തിങ്കളാഴ്ച പെയ്ത കനത്ത മഴയെ തുടർന്നാണ് റോഡിൽ കുഴികൾ രൂപപ്പെട്ടത്. ഇതോടെ മേഖലയിൽ ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. തുടർന്ന് അധികൃതർ ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് കുഴി നികത്തിയെങ്കിലും മഴ തുടരുകയും വാഹനങ്ങൾ കടന്നുപോവുകയും ചെയ്തതോടെ ഗർത്തം വീണ്ടും പഴയ നിലയിലായി. ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങളുടെ യാത്ര മന്ദഗതിയിലായി. അരമണിക്കൂറോളം എടുത്താണ് പുതുക്കാട് നിന്നും ആമ്പല്ലൂർ അടിപ്പാത കടന്ന് വാഹനങ്ങൾ കടന്നുപോകുന്നത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ മുതൽ പുതുക്കാട് സെന്റർ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ഗതാഗത തടസ്സം കാരണം ആംബുലൻസുകൾക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. വ്യാഴാഴ്ച രാവിലെയും ക്വാറി വേസ്റ്റ് ഇട്ട് കുഴിയടച്ചിട്ടുണ്ട്. താൽക്കാലിക അറ്റകുറ്റപ്പണികൾക്ക് പകരം ടാറിംഗ് ചെയ്ത ശാശ്വത പരിഹാരം നടപ്പാക്കി സർവീസ് റോഡിൽ ഗർത്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മറ്റത്തൂർ ചാഴിക്കാട് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഫർണിച്ചർ കമ്പനി വ്യാഴാഴ്ച പുലർച്ചെ ഭാഗികമായി കത്തി നശിച്ചു. ആയില്യം ഫർണിച്ചർ എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. സമീപവാസികളാണ് കമ്പനിയിൽ നിന്ന് പുലർച്ചെ 4 തീയും പുകയും ഉയരുന്നത് കണ്ടത്. നാട്ടുകാർ ഓടിക്കൂടി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്ന് സംശയിക്കുന്നു. കമ്പനിയിലുണ്ടായിരുന്ന 4 മോട്ടോറുകളും അനുബന്ധ സാമഗ്രികളും മരത്തടികളും കത്തി നശിച്ചു. 10 ലക്ഷത്തിലേറെ നഷ്ടം സംഭവിച്ചതായി കമ്പനി ഉടമ തേവർപ്പാടം സ്വദേശി പള്ളിപ്പുറത്ത് ശരവണൻ പറഞ്ഞു. കോടാലി മാങ്കുറ്റിപ്പാടത്ത് പ്രവർത്തിക്കുന്ന തപസ്യ റീഹാബിലിറ്റേഷൻ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിൽ നിന്നിരുന്ന ചന്ദനമരം മോഷണം പോയതായി പരാതി. തപസ്യ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിൽ കനാൽ ബണ്ട് റോഡിനോട് ചേർന്ന് നിന്നിരുന്ന 18 ഇഞ്ച് വണ്ണമുള്ള വലിയ ചന്ദനമരമാണ് കഴിഞ്ഞ രാത്രി മോഷ്ടിക്കപ്പെട്ടത്. സൈക്കോ റിഹാബ് സെന്ററിന്റെ ബോർഡറിലും ഉടമസ്ഥാവകാശത്തിലുള്ള പറമ്പാണിത്. അതിന്റെ റോഡിനോട് ചേർന്ന് നിന്ന ഏകദേശം 18 ഇഞ്ച് വണ്ണമുള്ള ചന്ദനമരമാണ്. 18 ഇഞ്ച് വണ്ണവും ഏകദേശം ഒരു 4 മീറ്റർ നീളവും. ഇത് റോഡിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് വാഹനത്തിന് യാത്രയ്ക്കും തടസ്സമാവുന്നുള്ള ഇത് മഴയത്ത് കാറ്റത്ത് മറിയും എന്നുള്ളൊരു ഭയത്താൽ ഞങ്ങൾ സ്ഥല ഉടമകളായ ഞങ്ങൾ ഈ തപസ്യ അധികാരികൾ ഇതിൻ്റെ ഓണർഷിപ്പിൽ നിൽക്കുന്ന ലാലിമാറ്റി വായ്മറ്റം എന്ന് പറഞ്ഞ ഒരാളെ പേരിലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ തപസ്യ സൈക്കോ റിഹാബിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ അവരും ഞാനും കൂടെ പോയിട്ട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ 1.5 മാസം മുന്നേ പോയിട്ട് രേഖാമൂലം പരാതി കൊടുത്താണ് ഇത് മുറിച്ച് നീക്കിത്തരണം, അതിന് വേണ്ടപ്പെട്ട നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന്. ഫോറസ്റ്റ് അതിൻ്റെ വേണ്ടപ്പെട്ട നടപടികൾ അവരോട് വന്ന് അന്വേഷിക്കുകയും വേണ്ടപ്പെട്ട നടപടികൾ വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി ഏത് തരത്തിലുള്ളതാണെന്നും ആര് അവകാശത്തിൽ നിൽക്കുക എന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ട് അതിൻ്റെ നടപടിക്രമത്തിലേക്ക് അവർ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മിനിഞ്ഞാന്ന് രാത്രി, അതായത് തിങ്കളാഴ്ച രാത്രി കള്ളന്മാർ ചന്ദന മോഷ്ടാക്കൾ ഇത് മുറിച്ച് നീക്കി കൊണ്ടുപോയത്. മണ്ണമ്പേട്ട ചെങ്ങാലൂർ റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി. മാസങ്ങൾക്ക് മുൻപ് ടാർ ചെയ്ത റോഡ് തകർച്ചാ ഭീഷണിയിൽ. മണ്ണമ്പേട്ട ചെങ്ങാലൂർ റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി. മാസങ്ങൾക്ക് മുൻപ് ടാറിംഗ് ചെയ്ത റോഡ് തകർച്ചാ ഭീഷണിയിൽ. വൈദ്യശാല സെന്ററിൽ നിന്ന് ചെങ്ങാലൂരിലേക്ക് പോകുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ. ഏറെ നാളത്തെ ആവശ്യത്തെ തുടർന്നാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടന്നത്. എന്നാൽ നിർമ്മാണ സമയത്ത് ജല അതോറിറ്റിയുടെ പൈപ്പുകൾ താഴ്ത്തി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം.
പൈപ്പ് പൊട്ടിയതോടെ ലിറ്റർ കണക്കിന് ശുദ്ധജലമാണ് ദിവസേന റോഡിലൂടെ ഒഴുകിപ്പോകുന്നത്. തുടർച്ചയായി വെള്ളം ഒഴുകുന്നതിനാൽ റോഡിന്റെ അടിത്തറയ്ക്ക് കേടുപാടുകൾ സംഭവിച്ച് തകർച്ചയ്ക്ക് സാധ്യത ഉയർന്നിരിക്കുകയാണ്. റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനടയാത്രികരുടെ ദേഹത്ത് വെള്ളം തെറിക്കുന്നതും പതിവായി. പ്രശ്നം പരിഹരിച്ച് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ തൃക്കൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നടന്ന അനധികൃത മണ്ണെടുപ്പ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് നിലനിർത്തണമെന്ന് സ്പെഷ്യൽ ഗ്രാമസഭ. അനധികൃത മണ്ണെടുപ്പ് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതി. 2025 നവംബർ 10 മുതൽ തൃക്കൂർ പഞ്ചായത്തിലെ വാർഡ് 11 കയ്യാലപ്പടി മുതൽ നർക്കല വരെയുള്ള മേഖലയിൽ നിന്ന് ദിവസവും 150-ലേറെ ലോഡ് മണ്ണാണ് കയറ്റിക്കൊണ്ടുപോയിരുന്നത്. 10 ഏക്കറോളം സ്ഥലം കുന്നിടിച്ച് മാസങ്ങളോളം മണ്ണെടുപ്പ് തുടർന്നിട്ടും ഇവിടെ പരിശോധനകളൊന്നും നടന്നിരുന്നില്ല. ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്ന മണ്ണ് ദേശീയപാത വികസനത്തിന് അല്ലെന്നും ജിയോളജി വകുപ്പിന്റെയോ പഞ്ചായത്തിന്റെയോ അനുവാദമില്ലാതെയാണ് അനധികൃത മണ്ണെടുപ്പ് തുടരുന്നതെന്നും ചൂണ്ടിക്കാട്ടി മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സമരങ്ങൾ നടത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ്, ജില്ലാ കളക്ടർ എന്നിവിടങ്ങളിലൊക്കെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. വിവരാവകാശ നിയമപ്രകാരം മണ്ണെടുപ്പിനുള്ള അനുമതിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മണ്ണെടുപ്പ് നിർത്തിവെക്കുന്നതിനുള്ള സ്റ്റേ വാങ്ങുകയുമായിരുന്നു. തുടർന്നാണ് 11ാം വാർഡ് സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്ന് 140ഓളം അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ചത്. ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിനാണ് സ്പെഷ്യൽ ഗ്രാമസഭ സാക്ഷ്യം വഹിച്ചതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ അനീഷ് മാസ്റ്റർ പറയുന്നു. ഈ തൃക്കൂര് പഞ്ചായത്തിൻ്റെ 11ാം വാർഡാണിത്. ഒരു പക്ഷേ മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് തൃക്കൂര് പഞ്ചായത്തിൽ സ്പെഷ്യൽ ഗ്രാമസഭയിലൂടെ നടന്നിട്ടുള്ളത്. സ്പെഷ്യൽ ഗ്രാമസഭ ഈ ഒരു അജണ്ടയിൽ മാത്രം വിളിച്ചതാണ് മണ്ണെടുപ്പ്, അനധികൃതമായ മണ്ണെടുപ്പ്. ഒരു പക്ഷേ ഈ അനധികൃത മണ്ണെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും പോലീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഉണ്ടല്ലോ, തഹസിൽദാർ ഉണ്ടല്ലോ, അവരുടെയൊക്കെ അനുമതിയോട് കൂടിയിട്ടാണല്ലോ, ഹൈവേക്ക് വേണ്ടിയിട്ടാണല്ലോ, അങ്ങനെയുള്ള ന്യായം ഇവിടുത്തെ ആളുകളിൽ വലിയ തോതിൽ വേരൂന്നിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം അതായത് ഒരു തരത്തിൽ ഹൈവേക്ക് വേണ്ടിയിട്ടെന്ന് പറയാം, അതേസമയം ഹൈവേക്ക് വേണ്ടിയിട്ട് മണ്ണ് ഉപയോഗിക്കുന്നുണ്ടാവാം, പക്ഷെ അതേസമയം മറ്റു പലയിടങ്ങളിലേക്കും മണ്ണടിക്കുക. നോക്കൂ, ഹൈവേയുടെ പേരിലൊരു കൊള്ള നടക്കുക. നോക്കൂ, ഈ ഗ്രാമസഭ, നമ്മുടെ ഇവിടുത്തെ 11ാം വാർഡ് ഗ്രാമസഭ ഒരു ചരിത്രമാവാൻ പോവാണ്. തൃക്കൂര് പഞ്ചായത്തിൻ്റെ മുട്ടിത്തടി 11ാം വാർഡ് ഗ്രാമസഭ നാളത്തെ കേരളത്തിൻ്റെ പാരിസ്ഥിതിക സംരക്ഷണത്തിൽ 2-3 പേരെ ശല്യക്കാരാക്കി ചൂണ്ടിക്കാണിച്ച് ഹൈവേ വികസനം തടയുന്നു, നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടയുന്ന വിരുദ്ധരാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് നോക്കൂ, ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു രാഷ്ട്രീയ ഒരു ക്രിമിനൽ മാഫിയ പരിസരത്തിന് ആണ് ഈ ഗ്രാമസഭ, അതിന് നേരെയാണ് ഈ ഗ്രാമസഭ വിരൽ ചൂണ്ടുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും വാർഡിലെ ഭൂരിഭാഗം അംഗങ്ങളും പങ്കെടുത്ത സ്പെഷ്യൽ ഗ്രാമസഭ നാടിന്റെ ഒത്തൊരുമയുടെ പ്രതീക്ഷയാണെന്നും മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ സ്പെഷ്യൽ ഗ്രാമസഭ വലിയ പിൻബലം നൽകുന്നുവെന്നും ചെയർമാൻ സജീവ് പറഞ്ഞു. ഞങ്ങളിവിടെ ഈ അനധികൃതമായിട്ട് നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ ഒരു സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നുണ്ടായി. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, വാർഡ് മെമ്പർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ പല ആളുകളും, പ്രമുഖരായിട്ടുള്ള പലരും പങ്കെടുത്തു. ഞങ്ങളിനി ഇതൊരു എന്താ പറയുക, ഒരു അടുത്ത ഒരു ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനൊരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സംഭവത്തിന് ഞങ്ങൾ കാണിക്കുകയാണ്. അതായത് ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ഇവിടെ നടത്താൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടാണ് ഇനി സ്വീകരിക്കാനുള്ളത്. അതെവിടെയാണെങ്കിലും, ഇവിടെ മാത്രമല്ല, ഇനി വരുന്ന എവിടെ നടന്നാലും, ഇപ്പോൾ ഇവിടെ ഈ എല്ലപ്പട്ടയാണ് ഇത്, അതുപോലെ തന്നെ അപ്പുറത്ത് വേറൊരു പട്ടയില്ലാത്ത സ്ഥലത്തും മണ്ണെടുക്കാനുള്ളൊരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കാനായിട്ട് ഈ ഗ്രാമസഭ നന്നാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹൈക്കോടതിയുടെ നടപടികളിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും ഉത്തരവ് നിലനിർത്തണമെന്നും ഇനിയും ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന പ്രവൃത്തികൾ നാട്ടിൽ അനുവദിക്കില്ലെന്നും മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതി കൺവീനർ ഉണ്ണിരാജൻ അഭിപ്രായപ്പെട്ടു.
പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നീതി കിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ പോവുകയും അവിടെ നിന്ന് ഈ മണ്ണ് എടുപ്പ് നിർത്തുന്നതിന് വേണ്ടി സ്റ്റേ സമ്പാദിക്കുകയും ചെയ്തു. അതിന് മുൻപേ നമ്മൾ തൃക്കൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഒരു സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കുകയും ഈ അനധികൃത ഖനനവും അതുപോലത്തുള്ള ഈ പ്രകൃതിക്ക് ദോഷം വരുന്ന യാതൊന്നും ഈ വാർഡിൽ അനുവദിക്കരുത് എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ വിപുലമായിട്ടുള്ള ഒരു ഗ്രാമസഭ വിളിച്ചു ചേർക്കുകയും ആ ഗ്രാമസഭയിൽ ഏകണ്ഠമായി ആ പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. ഇത് പഞ്ചായത്ത് അധികാരികൾ അതിനുശേഷം പഞ്ചായത്ത് അധികാരികൾ ഞങ്ങൾ കക്ഷി ചേരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എന്തുമാത്രം ഉണ്ടാവും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇനി ഇത്തരത്തിലുള്ള ഖനന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ നാട്ടിൽ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നാട്ടുകാർ ഏക്കർ കണക്കിന് പ്രദേശം കുന്നിടിച്ച് മണ്ണെടുത്തതിന്റെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയ്ക്ക് ഇപ്പോഴും ഭീഷണിയാണ്. മണ്ണെടുപ്പിനായി നീക്കിയ വലിയ പാറകൾ മണ്ണെടുത്ത സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. മഴയെത്തുന്നതോടെ റോഡിലേക്ക് ഇവ ഒഴുകിയെത്തി ഗതാഗതം തടസ്സപ്പെടാനും താഴെയുള്ള വീടുകളിലേക്ക് ഈ പാറകളും ഇളകിക്കിടക്കുന്ന മണ്ണും ഒലിച്ചെത്താനും അപകടമുണ്ടാകാനും സാധ്യതയുണ്ട്. എന്ത് വില കൊടുത്തും അനധികൃത മണ്ണെടുപ്പിനെതിരെ ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ തൃക്കൂർ പഞ്ചായത്ത് 11-ാം വാർഡിന്റെ വിവിധയിടങ്ങളിൽ നടത്തിയ അനധികൃത മണ്ണെടുപ്പിന്റെ നേർചിത്രമാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശം. ജനങ്ങൾക്കും ജനവാസ മേഖലയ്ക്കും ദോഷം വരുന്ന രീതിയിൽ നടത്തിയ അനധികൃത മണ്ണെടുപ്പ് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾക്ക് ഈ നാടിനെ വിട്ടുകൊടുക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 11-ാം വാർഡിൽ നടത്തിയ സ്പെഷ്യൽ ഗ്രാമസഭ അധികൃതർക്ക് മുന്നിലുള്ള ഒരു മുന്നറിയിപ്പാണ്. നാടിനും പ്രകൃതിക്കും ദോഷം വരുത്തുന്ന ഒന്നിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ ഗ്രാമസഭയുടെ പിൻബലത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനോട് ചേർന്നുള്ള 3 നില കെട്ടിടത്തിന് മുകളിൽ അപകടകരമായി സ്ഥാപിച്ച പരസ്യ ബോർഡ് നീക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗം പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. കൂറ്റൻ പരസ്യ ബോർഡ് നീക്കിയില്ലെന്നും നോട്ടീസ് നടപടികൾ വൈകിപ്പിച്ചെന്നും ആരോപിച്ച് 2-ാം വാർഡ് അംഗം ജോളി ചുക്കിരി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. 2ാം തവണ നോട്ടീസ് നൽകി നടപടി നീട്ടിക്കൊണ്ടുപോയി കെട്ടിട ഉടമയ്ക്ക് കോടതിയിൽ നിന്ന് സ്റ്റേ സമ്പാദിക്കാൻ സമയമുണ്ടാക്കുകയാണ് പ്രസിഡന്റും സെക്രട്ടറിയും ചെയ്തതെന്നും ജോളി ചുക്കിരി ആരോപിച്ചു. ദേശീയപാതയോട് ചേർന്നുള്ള കെട്ടിടത്തിൽ കൂറ്റൻ പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നത് അപകടത്തിനിടയാക്കുമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപേ ജോളി പരാതിപ്പെട്ടിരുന്നു. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ ഗൗരവമായി എടുത്തില്ലെന്നും ആരോപണമുണ്ട്. വീതി കുറഞ്ഞ കെട്ടിടത്തിന് ഇത്രയും വലിയ ബോർഡ് താങ്ങി നിർത്താനാവില്ലെന്നും കെട്ടിടത്തിന്റെ ഇരുവശത്തുമായി ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഹോട്ടലും പ്രവർത്തിക്കുന്നുമുണ്ട്. നിരവധി പേരുടെ ജീവന് അപകടമുണ്ടാക്കാനിടയുള്ള ബോർഡ് നീക്കണമെന്ന ആവശ്യം ഭരണസമിതി കഴിഞ്ഞ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഉടമയ്ക്ക് നോട്ടീസ് നൽകാനായിരുന്നു ഭരണസമിതിയുടെ തീരുമാനം. ജോളി ചുക്കരിയുടെ ആവശ്യം ഭരണസമിതിയിലെ 4 BJP അംഗങ്ങളും പിന്തുണച്ചിരുന്നു. 7 ദിവസത്തെ നോട്ടീസ് കാലാവധി കഴിഞ്ഞപ്പോൾ വീണ്ടും 7 ദിവസം കൂടി നൽകുകയാണ് ഭരണസമിതി ചെയ്തത്. ഇതിനിടെ ഉടമ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ നേടി. ഇടക്കാല ഉത്തരവിൽ കെട്ടിടത്തിന്റെ ബലം പരിശോധിച്ച് ഉറപ്പാക്കി റിപ്പോർട്ട് നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ബുധനാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിൽ ഈ വിഷയം അജണ്ടയിൽ ചേർത്തിരുന്നില്ല. എന്നാൽ വിഷയം ഉന്നയിച്ച ജോളി ചുക്കിരി പ്രതിഷേധിച്ച യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന വനിതാ ജിംനേഷ്യത്തിലേക്ക് കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്ത് വാട്ടർ പ്യൂരിഫയർ വാങ്ങിയതിൽ ക്രമക്കേടും അഴിമതിയുമുണ്ടെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വസ്തുതാവിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രചരിപ്പിക്കുന്നത് പോലെ 2 വാട്ടർ പ്യൂരിഫയർ വാങ്ങിയിട്ടില്ലെന്നും ഒന്നിന് 54,011 രൂപ വില കൊടുത്തു എന്നതും തെറ്റാണ്. പരമാവധി വിൽപ്പന വില 15,000 രൂപയുള്ള വാട്ടർ പ്യൂരിഫയർ ഒരെണ്ണം മാത്രമാണ് വാങ്ങിയതെന്നും അതിന് ആകെ 11,540 രൂപയാണ് ചെലവഴിച്ചതെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ സംഖ്യ രേഖപ്പെടുത്തിയപ്പോൾ സംഭവിച്ച ക്ലറിക്കൽ പിഴവ് മൂലമാണ് 54,011 എന്ന് കാണിച്ചതെന്നും വസ്തുത മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതെന്നും CC ബിജു പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR ഔസേഫ്, KR റിനി, പഞ്ചായത്ത് അംഗങ്ങളായ PS അംബുജാക്ഷൻ, KR ശശികുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാട്ടർ ഡിസ്പെൻസർ എന്ന് പറയുന്ന ഉപകരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി നടന്നു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ സത്യാവസ്ഥ
ശരിയായ രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രധാനമായും ഇന്ന് ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തുടർച്ചയായി 2 വർഷക്കാലം LDFിൻ്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ആ കാലഘട്ടങ്ങളിലാണ് ഇത്തരത്തിലുള്ള വനിതാ ജിം എന്ന് പറയുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരാകേന്ദ്രമായ കോടാലിയിൽ സ്ഥാപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവിടെ അനുബന്ധ വനിതാ ജിം അനുബന്ധ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി 112/24 എന്ന പ്രോജക്റ്റ് നമ്പറിൽ വാട്ടർ ഡിസ്പെൻസർ വാങ്ങാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയാണ്. അത് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ICDS സൂപ്പർവൈസർ നിർവഹണം നടത്തുന്ന പദ്ധതിയാണത്. ആ ഭരണസമിതിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ICDS നിർവഹണം നടത്തിയ ഉദ്യോഗസ്ഥ അതുമായി ബന്ധപ്പെട്ട് അവിടെ വാട്ടർ ഡിസ്പെൻസർ എന്ന് പറയുന്ന ഇത് വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കുരിയച്ചിറ മാർ തിമോത്തിയോസ് ഹൈസ്കൂളിൽ ലോകകപ്പ് 2026 ഗ്രാൻഡ് കിക്ക് ഓഫ് സെറിമണി സംഘടിപ്പിച്ചു. മുൻ സന്തോഷ് ട്രോഫി താരം ബാബു ആൻഡോ ഉദ്ഘാടനം നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് ബിജു തോമസ് അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപകൻ ഡെന്നി മാത്യു MT, LP സ്കൂൾ പ്രധാനാധ്യാപിക അനില ജോസ്, മാർ തിമോത്തിയോസ് ഹൈസ്കൂൾ സീനിയർ അധ്യാപികയായ സിന്ധു C. ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. ആവേശം നമ്മുടെ സ്കൂളിലും ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് തലൂർ സെന്റ് തെരസിറ്റാസ് സ്കൂൾ വിളംബര റാലിയും ലോകകപ്പ് ചരിത്ര അവലോകനവും സംഘടിപ്പിച്ചു. വർണ്ണങ്ങൾ വാരിവിതറിയും ലാത്തിരി കത്തിച്ചും വിദ്യാർത്ഥികൾ സന്തോഷം പ്രകടമാക്കി. പ്രധാനാധ്യാപിക CD ഷീബ, അധ്യാപകരായ ഫാദർ PJ സെബാദാസ്, ഫാദർ സിജേഷ് ജോർജ്, കായികാധ്യാപകൻ ജെനിൽ ജോൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ രാജ്യങ്ങളുടെ കുട്ടി ആരാധകർക്കായി ഫുട്ബോൾ മത്സരം, ഷൂട്ടൌട്ട് മത്സരം, പ്രവചന മത്സരം തുടങ്ങി നിരവധി മത്സരങ്ങളും ഈ ദിവസങ്ങളിൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ ലോകകപ്പ് വിളംബര ജാഥയും ഫുട്ബോൾ ടൂർണമെന്റും നടത്തി. അമ്പലൂർ ജംഗ്ഷനിൽ നിന്നും വിളംബര ജാഥയായി കോളേജിൽ എത്തിച്ചേർന്നു. പ്രിൻസിപ്പൽ ലിജോ ജോൺ ടൂർണമെന്റ് കിക്ക് ഓഫ് നിർവഹിച്ചു. നാഷണൽ റഫറി സെബി ജോസഫ് കളികൾ നിയന്ത്രിച്ചു. കോളേജ് ഫിസിക്കൽ ഇൻസ്ട്രക്ടർ ജോബി മൈക്കിൾ സമ്മാനദാനം നിർവഹിച്ചു. തുടർന്ന് ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ് കോളേജ് അധ്യാപകരെ അണിനിരത്തിക്കൊണ്ട് ഫ്രണ്ട്ലി മാച്ചും സംഘടിപ്പിച്ചു. തലൂർ ജീസസ് അക്കാദമി സ്കൂളിൽ വിദ്യാരംഭം സംഘടിപ്പിച്ചു. ജാൻസി പാനിക്കുളം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോഷി വേണാട്ടുപറമ്പിൽ അധ്യക്ഷനായിരുന്നു. സിസ്റ്റർ നിഷ ഡൊമിനിക്, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ക്ലിന്റ്, MPTA പ്രസിഡന്റ് വിൻസി, ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ഡോർ തുറന്നിട്ട് അപകടകരമായ രീതിയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. തൃശൂർ എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പ്രത്യേക പരിശോധനയിൽ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് അടക്കം 45ഓളം ബസ്സുകൾ പിടികൂടി. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പ്രത്യേക പരിശോധന നടന്നത്. വാതിലടയ്ക്കാതെ യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ സർവീസ് നടത്തിയ ബസ്സുകളാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. പിടികൂടിയ 45 ബസ്സുകൾക്ക് ഓരോന്നിനും 2000 രൂപ വീതം ആകെ 90,000 രൂപയാണ് പിഴ ചുമത്തിയത്. സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകളിൽ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ യാത്രാവേളകളിൽ ഡോറുകൾ കൃത്യമായി അടയ്ക്കാൻ ഡ്രൈവറും കണ്ടക്ടറും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് വിഭാഗം അറിയിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തൊട്ടാപ്പള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ ആശ രാമദാസ്, റോസിലി പാപ്പച്ചൻ, കൃഷി ഓഫീസർ VR ഗായത്രി എന്നിവർ സംസാരിച്ചു. നമ്മുടെ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീയിലെ JNG ഗ്രൂപ്പിന് ഉള്ള അംഗങ്ങൾക്കുള്ള ആ ഗുണഭോക്താക്കളായ ആളുകൾക്കുള്ള ചെണ്ടുമല്ലി തൈ വിതരണം പുഷ്പകൃഷിയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 26-27 സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ പദ്ധതിയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി
നേരത്തെ സൂചിപ്പിച്ച പോലെ നിർദ്ദേശിച്ചതനുസരിച്ചുള്ള അധ്യാപകർക്ക് സെൻസസ് ഡ്യൂട്ടിയും പരിശീലന ക്ലാസുകളും നടക്കുന്നത് മൂലം കുട്ടികളുടെ പഠനം തടസ്സപ്പെടാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സെൻസസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അധ്യാപകർക്ക് ആവശ്യമായ ലീവ് അനുവദിക്കണമെന്നും KPSTA ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അധ്യാപക സംഘടനയായ KPSTAയുടെ വിദ്യാഭ്യാസ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം B. ബിജു നിർവഹിച്ചു. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ M. കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷിജി ശങ്കർ, നിധിൻ ടോണി, K. പ്രവീൺ കുമാർ, KV സുശീൽ, രമ K. മേനോൻ, ജാക്സൺ വാഴപ്പിള്ളി, മെൽവിൻ ഡേവിസ്, P. റെക്സി ബൈറസ് എന്നിവർ പ്രസംഗിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കേരള വിഷൻ പുതുക്കാട് നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം 2026 അപേക്ഷ ക്ഷണിച്ചു. ഇൻഫോ നെക്സസ് കേബിൾ ടിവിയുടെ കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ നിന്നും 10-12 ക്ലാസ്സുകളിലെ പരീക്ഷകളിൽ ഫുൾ A+, A1, ഗ്രേഡ് 1 വിജയം നേടിയ വിദ്യാർത്ഥികൾ ജൂൺ 13 മുൻപായി മാർക്ക് ലിസ്റ്റ് സഹിതം കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്ററുടെ പക്കൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കേബിൾ TV ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,350 രൂപ, പവന് 1,06,800 രൂപ. പുതുക്കാട് തുണ്ടിൽ മാധവൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കമ്മയാണ് ഭാര്യ. മണികണ്ഠൻ മകനും അനീഷ മരുമകളുമാണ്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് മഞ്ഞളി പിണ്ടിയാൻ കൊച്ചൗസിപ്പ് മാസ്റ്റർ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 3 പള്ളിക്കുന്ന് അസംഷൻ ദേവാലയത്തിൽ. ഡേവിസ്, ടില്ല, ഡെന്നി, ഡിജു, ഡീന, ഡെസി എന്നിവർ മക്കളും ഷീല, പോൾ, നെസി, റിനു, ക്ലീറ്റസ്, സിജോ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അമ്പലൂർ സർവീസ് റോഡിലെ ഗർത്തം വീണ്ടും രൂപപ്പെട്ടു. ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. മറ്റത്തൂർ ചാഴിക്കാട് ഫർണിച്ചർ കമ്പനിയിൽ തീപിടുത്തം. 10 ലക്ഷത്തിലേറെ നഷ്ടം സംഭവിച്ചതായി ഉടമ. കോടാലി മാങ്കുറ്റിപ്പാടത്ത് ചന്ദനമരം മോഷണം പോയി. മോഷണം പോയത് തപസ്യ റീഹാബിലിറ്റേഷൻ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിലെ മരം. മണ്ണമ്പേട്ട ചെങ്ങാലൂർ റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി. തകർച്ചാ ഭീഷണിയിൽ മാസങ്ങൾക്ക് മുൻപ് ടാറിംഗ് ചെയ്ത റോഡ്. തൃക്കൂരിലെ അനധികൃത മണ്ണെടുപ്പ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് നിലനിർത്തണമെന്ന് സ്പെഷ്യൽ ഗ്രാമസഭ. അനധികൃത മണ്ണെടുപ്പ് അനുവദിക്കില്ലെന്ന് മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.